ആരാ? പോരാ. നിങ്ങൾ ആരാന്ന്? നിങ്ങൾ പോരാന്ന്. ഞാനങ്ങനെ വലിഞ്ഞേറി വന്നൊന്നുമല്ല, എന്നെ വിളിച്ചിട്ട് തന്നെ ഞാൻ വന്നത്. അതെ, ഞാൻ ഡയാനയുടെ വല്ല ബന്ധു വന്നോർത്തിട്ട് ഇരിക്കുകയായിരുന്നു. നിങ്ങളെ ആരാ ഇങ്ങോട്ട് വിളിച്ചത്? കേശവൻ മാമൻ. സാഞ്ചേട്ടാ, ഈ കേശവൻ മാമൻ തന്നെ ഇങ്ങോട്ട് വലിഞ്ഞേറി വന്ന ആളാ. അപ്പൊ അയാള് വേറൊരാളെ കൊണ്ടുവന്നിട്ട് അയാൾ പറയുമോ ഞാൻ വലിഞ്ഞേറി വന്നതല്ലെന്ന്? കേശവൻ മാമൻ പക്ഷേ വലിഞ്ഞേറി വന്നതായിരിക്കും. ഞാൻ ക്ഷണിച്ചിട്ട് തന്നെയല്ലേ വന്ന കാര്യം പറ. അതെ, നല്ലൊരു ആങ്കറുണ്ട്, കൊള്ളാം. പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, എല്ലാം കൊള്ളാം. പക്ഷെ ഒരു കുറവുണ്ട്. എന്താ കുറവ്? ടൈറ്റിൽ സോങ്ങിന്റെ ഒരു അഭാവം. അതെന്ന് പറഞ്ഞാലേ, ഈ ബൾബൊക്കെ മേടിച്ച് ഈ സെറ്റപ്പ് ഒക്കെ ചെയ്തു വന്നപ്പോൾ ഞങ്ങൾ ഇച്ചിരി ടൈറ്റ് ആയി പോയി. എന്നിട്ട് പോലും ഈ ടൈറ്റിൽ സോങ് മോശമാക്കരുതെന്ന് പറഞ്ഞ് ഫിലിമിന് മ്യൂസിക് ചെയ്യുന്ന അരുൺ രാജനെ കൊണ്ട് ചെയ്തിട്ടുള്ള നല്ല ടൈറ്റിൽ സോങ് ആണെന്ന് എല്ലാവരും പറയുന്നത്. അതെ, പക്ഷെ അത് ഫിലിമിന് ഓക്കെയാണ്. പക്ഷെ ഇവിടെ പോരാ. എന്താ പ്രശ്നം? എന്താ? വൃത്തവും അതിന്റെ ഒരു അലങ്കാരമൊക്കെ ചേർത്തിടണം. വെറുതെ എന്തെങ്കിലും വാക്കുകൾ കാട്ടിക്കൂട്ടിയിട്ട് കാര്യമുണ്ട്. ഒരു സാധാരണ പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ നിങ്ങളുടെ അഭിപ്രായത്തെ ഞാൻ വേണമെങ്കിൽ മാനിക്കാം. സാധാരണ പ്രേക്ഷകൻ അപ്പൊ എന്നെ മനസ്സിലായില്ല. ഇല്ല, മനസ്സിലായില്ല. മനസ്സിലായില്ല. ഇല്ല. ഇതും കൂടെ കൂട്ടി 7ാമത്തെ മലയാളിയായി എന്നെ അറിയാൻ വയ്യാത്ത 7ാമത്തെ മലയാളി. അല്ല, എനിക്കും മനസ്സിലായില്ല. 8. അല്ല, എനിക്കും മനസ്സിലായിട്ടില്ല. 9. ഞാൻ നിങ്ങളുടെ ഈ ബുദ്ധിമുട്ട് കണ്ടിട്ട് 4 വരി എഴുതാമെന്ന് കരുതി വന്നതാണ്. നിങ്ങളുടെ ഈ പരിപാടി എനിക്ക് ഇഷ്ടപ്പെട്ട തന്നെ അതിന് വൃത്ത ചേർത്താണ് ഈ ടൈറ്റിൽ ഇട്ടേക്കുന്നത്. ഏതാ? ഫണ്ട്സ്? അതല്ല. പിന്നെ ടൈമോ? അതല്ല, ഉപ്പൻ എഴുതിയിരിക്കുന്നില്ലേ? അയ്യോ, ഉപ്പനല്ല, അപ്പോൺ. അപ്പോൺ. എപ്പോ ആവട്ടെ. അതിന്റെ എങ്ങനെ ഒരു വൃത്തം കണ്ട്. അതെ, വിരൽ ഇങ്ങനെ പിടിച്ചതിനകത്തൊരു വൃത്തമുണ്ട്. അപ്പൊ വൃത്തത്തിൽ നിങ്ങൾ കവിത എഴുതി കൊണ്ടുവരും. അങ്ങനെ വൃത്തവും അലങ്കാരവും ഒക്കെ ചേർത്ത് എഴുതുന്ന ഒരു കൊച്ചെഴുത്തുകാരനാണ്. അതുകൊണ്ടാണല്ലോ ഓടക്കുഴൽ എനിക്ക് കിട്ടിയത്. ഓടക്കുഴൽ അവാർഡ് കിട്ടിയിട്ടുണ്ടോ ചേട്ടന്? അങ്ങനല്ല, സിംഫണി കൊച്ചിൻ എന്നും പറഞ്ഞ ഒരു ട്രൂപ്പില്ലേ, ഉണ്ട്, അവരുടെ ഗാനമേള നടന്നപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു കവിതയില്ല. ആ സമയത്ത് ഓരോ ഓടക്കുഴൽ കൊണ്ട് എൻ്റെ കയ്യിൽ തന്ന്. സിംഫണിയിൽ ഈ ഓടക്കുഴൽ വായിക്കുന്നത് എൻ്റെ സുഹൃത്താണ്, രഘുത്തമനാണ്. രഘുത്തമൻ നിങ്ങൾക്ക് കൊണ്ടുവന്ന് ഓടക്കുഴൽ വന്നോ? ചോദിക്കണ്ട, ചോദിച്ചാൽ എടുത്തെറിഞ്ഞാന്ന് പറഞ്ഞോളെ. ചോദിക്കണ്ട, കളതെ. ഞാൻ ചോദിക്കുന്നില്ല. അപ്പോൾ അത്തരത്തിൽ 4 വരികൾ ഞാൻ എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഡി 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 പിഷാരടി പ്രാസവേ, ഡ ഡ ഡ ഡയാന, ഡി 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 കോമഡി, ഡ ഡ ഡ വന്ന് കാണടാ. അല്ല, നമുക്ക് അങ്ങനെ വന്ന് കാണടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രേക്ഷകരെ വെല്ലുവിളിക്കുന്ന പോലെ ആയി പോവില്ലേ? ഞാനൊരു പ്രേക്ഷകന്റെ വ്യൂ പോയിന്റിലാണ് എഴുതിയിരിക്കുന്നത്. മലയാള ഭാഷയിൽ കോമഡി പാടുവാൻ പിഷു തന്നെ വന്ന് ചെയ്യണം. കിളി കൊഞ്ചും സിനിമകൾ ഡയറക്റ്റ് ചെയ്യുവാൻ ഡയറക്റ്റ് പിഷു തന്നെ ചെയ്തിടണം. കിളി കൊഞ്ചു ഞാൻ ഉദ്ദേശിച്ചത് മറ്റേ പഞ്ചവർണ്ണത്തട്ട കിളി. തത്തയുടെ കാര്യമാണ് നിങ്ങൾ പറഞ്ഞത്. അത് വളരെ ഗംഭീരമായിരുന്നു കേട്ടാ, വളരെ ഗംഭീരമായി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ തരാൻ പൈസ ഒന്നും എൻ്റെ ഇല്ല ചേട്ടാ. ഇല്ലേ? ഇല്ല. എന്തെങ്കിലും കൊടുത്ത് വിടാൻ നോക്ക്. ഉള്ള മതി. ഇല്ല ചേട്ടാ, എൻ്റെ പൈസയൊന്നും ഇല്ല. എന്താ ഡാന? പരിപാടി തുടങ്ങാൻ സമയമായി. ഇങ്ങനെ നിന്നാ ശരിയാവത്തില്ല. എടാ, വന്ന ഒരാളല്ലേ, നമ്മൾ ക്ഷണിച്ചില്ലേലും നാണം കിട്ട് വന്നതല്ലേ. അതെ, ഒരാൾക്ക് നാണമില്ല എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റി ആയിട്ട് കാണുന്ന ഒരു നാണം ഇല്ലാത്തൊരുത്തൻ ഒരിടത്ത് വന്ന് നിൽക്കും. ഇപ്പൊ വിളിക്കാത്ത കല്യാണത്തിന് ഉണ്ണാൻ പോകുന്ന പോലെ ഒരാള് നാണമില്ല, നാണോ മാനോ ഇല്ല എന്ന് പറയുന്ന ഒരുത്തൻ ഒരിടത്ത് വന്ന് നിൽക്കുമ്പോൾ വലിഞ്ഞു കയറി വന്നിട്ട് ഞാൻ നമ്മൾ കല്യാണം വിളിക്കുമ്പോൾ ഇപ്പൊ വിളിച്ചവരും വിളിക്കാത്തവരും ഒക്കെ വരൂലേ, ചിലവര് നാണം കിട്ട് വരൂലേ. നമ്മൾ അയാളെ മെയിൻറ്റെയിൻ ചെയ്യണോ, പറഞ്ഞു വിടണോ എന്നുള്ളതാണല്ലോ നമ്മുടെ ഒരു പ്രധാന. എന്തോ നമ്മൾ ഒരാളെ പറഞ്ഞു വിടുന്നതിനെ പറ്റി ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുക. നിങ്ങളുടെ അടുത്ത സുഹൃത്തെ വിളിച്ചു വരുത്തിട്ട് പറഞ്ഞു വിടുക എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ മുഖം കൊണ്ട് കണ്ണ് നിറഞ്ഞു. സാജൻ ചേട്ടനെ പറഞ്ഞു വിടുന്ന ആരുമല്ല, നിങ്ങളെ ഇവിടുന്ന് പറഞ്ഞു വിടുന്ന ആരും ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുന്നത്. എന്നെ അത് പറഞ്ഞു വിട്ടാൽ നിങ്ങൾക്ക് വിഷമാവുമല്ലോ എന്ന് ഓർത്തിട്ട് ഞങ്ങൾ മിണ്ടാണ്ടിരിക്കണം. അപ്പം അന്ന് സാജൻ ചേട്ടനെ മുതത്തോട്ട് കയറുന്നു. എനിക്ക് വിഷമാവുമെന്ന് കരുതി. എടോ, നിങ്ങൾ ഇവിടെ വന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് വേണ്ടി ഞാൻ സപ്പോർട്ട് ചെയ്താണ്. ഒന്നുമില്ലേലും തലയിലും ഒന്നുമില്ലേലും കയ്യിലും ഒന്നുമില്ലേലും നിങ്ങളുടെ തോളത്തൊരു സഞ്ചിയില്ലേ, ആ സഞ്ചിക്കാത്തെങ്കിലും എന്തെങ്കിലും ഉണ്ടാവൂലേ, അതിന്റെ ഒരു വില പോലും നിങ്ങൾക്ക് ഉണ്ടാവണ്ടേ? അതെ, ഇദ്ദേഹം പറഞ്ഞില്ലേ എന്നെ പറഞ്ഞു വിടുന്നതിന് വിഷമമുണ്ടെന്ന്. അതെ, മോഹൻലാലിന്റെ ഒരു ഷോ ഉണ്ട് അമൃതയിൽ, ലാൽസലാം കണ്ടായിരുന്നു. അതെ, കണ്ടായിരുന്നു. ആ പ്രോഗ്രാമിൽ നിന്ന് മോഹൻലാൽ ഡയറക്റ്റ് ഇറങ്ങി വന്ന് എൻ്റെ കുറലേക്ക് വിളിച്ച് ഇറങ്ങടാ എന്ന് പറഞ്ഞിട്ട് എനിക്ക് വിഷമമുണ്ടായില്ല. പിന്നെ ആ പിഷു ഇറങ്ങി
ഞാനങ്ങ് പോയേക്കാം ഉള്ള ചെന്ന. അത് നിങ്ങൾക്ക് തരാൻ അങ്ങനെ എൻ്റെ പൈസയൊന്നുമില്ല. വേണമെങ്കിൽ വരുന്ന എപ്പിസോഡുകളിലൊക്കെ പറയാൻ വച്ച നല്ല ഫ്രഷായി എവിടെ നിങ്ങൾ ചെന്ന് പറഞ്ഞാലും ആളുകൾ പൊട്ടിച്ചിരിക്കുന്ന ഒരു 3-4 തമാശകൾ അങ്ങ് കാച്ചി തരാം. അടിപൊളി. വഴി ഏതാ വെച്ചേക്കും ഞാൻ വന്നേ തല ഇറങ്ങി.